സുഭാഷിതാനി. ക്ഷണം വിത്തം ക്ഷണം ചിത്തം ക്ഷണം ജീവിതമാവയോഃ യമസ്യ കരുണാ നാസ്തി ധർമ്മസ്യ ത്വരിതാ ഗതിഃ. സമ്പത്ത് ക്ഷണികമാണ്, മനസ്സും അസ്ഥിരമാണ്. നമ്മുടെ ജീവിതവും ശാശ്വതമല്ല. യമന് യാതൊരു സഹതാപവുമില്ലാത്തതിനാൽ നല്ല പ്രവൃത്തികൾ വേഗത്തിൽ ചെയ്യണം. ധർമ്മത്തിൻ്റെ ഗതി വേഗതയുള്ളതാണ്. ക്ഷണം വിത്തം ക്ഷണം ചിത്തം ക്ഷണം ജീവിതമാവയോഃ യമസ്യ കരുണാ നാസ്തി ധർമ്മസ്യ ത്വരിതാ ഗതിഃ. ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയഃ പരധർമ്മോ ഭയാവഹഃ. സ്വന്തം ധർമ്മം തന്നെയാണ് ശ്രേയസ് നൽകുന്നത്. പരധർമാനുഷ്ഠാനം എപ്പോഴും വിപരീത ഫലമാണ് നൽകുക. സ്വധർമ്മത്തിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് ഉത്തമമായ കാര്യം. പരധർമ്മം എപ്പോഴും ഭയത്തെ മാത്രമാണ് നൽകുക. ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയഃ പരധർമ്മോ ഭയാവഹഃ. പരോപദേശേ പാണ്ഡിത്യം സർവേഷാം സുകരം നൃണാം ധർമ്മേ സ്वीयमनुष्ഠാനം കസ്യചിത്തു മഹാത്മനഃ. അന്യരെ ഉപദേശിക്കുന്ന കാര്യത്തിൽ പാണ്ഡിത്യം വഹിക്കാൻ എല്ലാവർക്കും വളരെ എളുപ്പമാണ്. എന്നാൽ ധർമ്മത്തിൻ്റെ പാത സ്വയം പിന്തുടരുവാൻ മഹാത്മാക്കൾക്ക് മാത്രമേ സാധ്യമാകൂ. പരോപദേശേ പാണ്ഡിത്യം സർവേഷാം സുകരം നൃണാം ധർമ്മേ സ്वीयमनुष्ഠാനം കസ്യചിത്തു മഹാത്മനഃ. നഹി വൈരേണ വൈരാണി ശാമ്യന്തീഹ കദാചന അവൈരേണ ഹി ശാമ്യന്തേ ഏഷ ധർമ്മഃ സനാതനഃ. പരസ്പരം ശത്രുത തുടരുകയാണെങ്കിൽ വ്യക്തികൾ തമ്മിലുള്ള ശത്രുത ഒരിക്കലും അവസാനിക്കില്ല. സനാതനധർമ്മത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നതുപോലെ ശത്രുത ഉപേക്ഷിക്കുമ്പോൾ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. നഹി വൈരേണ വൈരാണി ശാമ്യന്തീഹ കദാചന അവൈരേണ ഹി ശാമ്യന്തേ ഏഷ ധർമ്മഃ സനാതനഃ. ധർമ്മേണ ഹന്യത്തെ വ്യാധി ഹന്യന്തേ വൈ തഥാ ഗ്രഹഃ ധർമ്മേണ ഹന്യത്തെ ശത്രു യതോ ധർമ്മസ്തതോ ജയഃ. ഏതു രോഗവും ധർമാചരണത്തിലൂടെ മാറിക്കിട്ടും. ഗ്രഹദോഷങ്ങളും
ധർമാചരണത്തിലൂടെ ഇല്ലാതാകും. ധർമ്മത്തെ മുറുകെ പിടിക്കുന്നതിലൂടെ ശത്രുക്കളും ഇല്ലാതാകും. എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയം സുനിശ്ചിതമാണ്. ധർമ്മേണ ഹന്യത്തെ വ്യാധി ഹന്യന്തേ വൈ തഥാ ഗ്രഹഃ. ധർമ്മേണ ഹന്യത്തെ ശത്രു യതോ ധർമ്മസ്തതോ ജയഃ.